ഹായ് ഓൾ. സോ നെക്സ്റ്റ് നമ്മുടെ NCERT സമ്മറി ഡിസ്കഷൻ ആണ്. NCERT സമ്മറി ഡിസ്കഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ആറ്റംസ് ആണ്. 2024 നീറ്റിൽ ഏറ്റവും കൂടുതൽ സമ്മറിയിൽ നിന്ന് ചോദിച്ച ചോദ്യത്തിൽ വിവാദമുണ്ടായ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും ആറ്റംസ് എന്ന ചാപ്റ്ററിൽ നിന്നായിരുന്നു ഫിസിക്സിൽ. സോ നമുക്ക് ആറ്റംസ് എന്ന ചാപ്റ്ററിലെ സമ്മറി ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. യെസ്. അപ്പം ആദ്യം തന്നെ നമുക്കൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സമ്മറി വായിക്കാം, അങ്ങനെ പഠിച്ചു പോവാം അല്ലെ. ശരി, അപ്പൊ അങ്ങനെയാണ് എല്ലാവരും എൻ്റെ ഇവിടെ ചോദ്യം വായിച്ചേ. സ്റ്റേറ്റ്മെന്റ് 1 ക്വസ്റ്റ്യൻ. നമുക്ക് സമ്മറിയിൽ നിന്ന് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അസർഷൻ, റീസൺ ടൈപ്പ്, മാച്ച് ദി ഫോളോയിങ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് ടിപ്പിക്കലി 1/10,000 ടൈംസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം അക്കോർഡിംഗ് ടു തോംസൺ മോഡൽ എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നു an atom is a spherical cloud of negative charges with positive charges embedded in it according to Thomson's model. അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത്. രണ്ടും തോംസൺസ് മോഡലിന്റെ ബേസിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് അവകാശപ്പെടുന്നത്. ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സമ്മറി ഒന്ന് വായിച്ചു നോക്കാം. സോ സമ്മറിയിൽ ഫസ്റ്റ് സമ്മറി പറയുന്നത് ആറ്റം ആസ് എ ഹോൾ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ, ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എല്ലാവരും വായിച്ചു നോക്കിയേ. ഇൻ തോംസൺസ് മോഡൽ an atom is a spherical cloud of positive charges with electrons embedded in it എന്നാണ് അല്ലെ. ശരിക്കും പറഞ്ഞ ഒരു ക്ലൗഡ് ഓഫ് പോസിറ്റീവ് ചാർജസില് ഇലക്ട്രോണുകൾ, മറ്റേ തണ്ണിമത്തങ്ങിൽ കുരുവിരിക്കുന്ന പ്ലം പുഡിങ്ങിലെ പ്ലം പുഡിംഗ് മോഡൽ എന്നൊക്കെ പറയും, അതുപോലെയാണ് ഇലക്ട്രോൺസ് അതിൽ എംബഡഡ് ആയിട്ടുള്ളത് എന്നാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. an atom is a spherical cloud of negative charges with positive charges embedded in it എന്നാണ്. പോസിറ്റീവ് ചാർജസ് ആണ് അവിടെ എംബഡഡ് ആയിട്ടുള്ളത് അല്ല. അപ്പൊ നമ്മൾ എവരി നോക്ക് ആൻഡ് കോൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റും ശ്രദ്ധിച്ചിരിക്കണം. സോ ദാറ്റ് മീൻസ് എനിക്ക് ഇവിടെ പറയാൻ സാധിക്കും ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി ഫോൾസ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് നമുക്ക് നോക്കാം. ഇനി റൂദർഫോർഡ് മോഡലിലേക്കാണ് അവർ പോകുന്നത്. റൂദർഫോർഡ് മോഡല് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ആൻഡ് ഓൾ ഇറ്റ്സ് പോസിറ്റീവ് ചാർജ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ എ ടൈനി ന്യൂക്ലിയസ്. മൊത്തം ആറ്റത്തെ നമ്മൾ പഠിച്ചതാണല്ലോ, ആറ്റത്തിന്റെ സ്പേസ് മൊത്തത്തിൽ എംപ്റ്റി ആണ്, ആകെ നടുക്ക് മാത്രമേ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ, അതേപോലെ തന്നെ അതിന്റെ പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ശരി, ടിപ്പിക്കലി 1/10,000 ദ സൈസ് ഓഫ് ആൻ ആറ്റം എന്നാണ്. സോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ശരിക്കും 1/10,000 ദ സൈസ് ഓഫ് ദ ആറ്റം എന്നാണ്. റൂദർഫോർഡ് ആണ് ആക്ച്വലി ശരിക്കും എന്ത് പറയുന്നത്, ആറ്റത്തിന്റെയും അതായത് ന്യൂക്ലിയർ സൈസിനെ കുറിച്ചൊരു പ്രോപ്പർ ഐഡിയ, അതേപോലെ ന്യൂക്ലിയസിനെ കുറിച്ചൊരു പ്രോപ്പർ ഐഡിയ കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് ടിപ്പിക്കലി 1/10,000 ദ സൈസ് ഓഫ് ആൻ ആറ്റം. കറക്റ്റ് ആണല്ലോ. അക്കോർഡിംഗ് ടു തോംസൺസ് മോഡൽ ആണോ? തോംസൺ മോഡൽ അല്ല, ശരിക്കും റൂദർഫോർഡ് മോഡൽ ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. അപ്പൊ ക്വസ്റ്റിന്റെ ബേസിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓർത്തിരിക്കാനുള്ള ഒരു ഈസിനെസ് വരും. അതുകൊണ്ടാണ് ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണെന്നുള്ളതാണ് ശരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, ഔട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും ശരിക്കും എന്താണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് എടുക്കാനാണ് ചോദ്യം. അതിന് മുമ്പ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതിന്റെ അവിടെ നിന്ന് നമുക്ക് ബാക്കി വായിക്കാം. നമ്മൾ 3 പോയിന്റ് വരെയാണ് ഇപ്പൊ നമ്മൾ സമ്മറി ഒരുമിച്ച് വായിച്ചു പോവാണല്ലോ. 3 പോയിന്റ് വരെയാണ് നമ്മളിപ്പോ സമ്മറി വായിച്ച് നിർത്തിയത്. 1/10,000 സൈസ് ഓഫ് ആറ്റം, ദി ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ഇറ്റ്. ഓക്കെ, 4ാമത്തെ പോയിന്റിലേക്ക് വരാം. റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഹാസ് 2 മെയിൻ ഡിഫിക്കൽട്ടീസ് എന്നാണ് പറയുന്നത്. ഒന്ന്, ഇലക്ട്രോണുകൾ സ്പൈറൽ അൺസ്റ്റെബിലിറ്റി ആണ്. ശരിക്കും അൺസ്റ്റെബിലിറ്റിയെ കുറിച്ചാണ് മെയിൻലി പറയുന്നത്. ഒരിക്കലും സ്റ്റെബിലിറ്റിയെ കുറിച്ച് പ്രഡിക്ട് ചെയ്യാൻ റൂദർഫോർഡിന് പറ്റിയില്ല. കാരണം എന്താണ്, ഇവിടെ നോക്കുക, പ്രഡിക്ട്സ് ആറ്റംസ് ആർ അൺസ്റ്റേബിൾ ബിക്കോസ് the accelerated electrons revolving around the nucleus must spiral into the nucleus. അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ എമിറ്റ് ചെയ്യും. കാരണം നമ്മൾ ഈ പറയുന്ന ഗ്രാവിറ്റേഷനിലെ പോലെ മാസ് അല്ല കിടന്ന് റിവോൾവ് ചെയ്യുന്നത്, ചാർജുകളാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആക്സിലറേഷൻ അവിടെ ഉണ്ടാകും. ആക്സിലറേഷൻ ഉള്ള ഒരാൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ അവിടെ എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആറ്റം എങ്ങനെ സ്റ്റേബിൾ ആകും? അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, yes, must spiral into this. This contradicts the stability of matter. B നമുക്ക് വായിച്ചു നോക്കാം. It cannot explain the characteristic line spectrum of atoms of different elements. റുദർഫോർഡ് മോഡലിന് ഒരിക്കലും ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ആൻഡ് 5th പോയിന്റ് നോക്കാം. ആറ്റംസ് ഓഫ്, ഇതായിരുന്നു നമ്മുടെ ഏറ്റവും വിവാദപരമായിരുന്ന പോയിന്റ്. ഇത് പുതിയ NCERT പ്രകാരമുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള സമ്മറിയാണ് കേട്ടോ. ആറ്റംസ് ഓഫ് മോസ്റ്റ് ഓഫ് ദി എലമെന്റ്സ് ആർ സ്റ്റേബിൾ. മോസ്റ്റ് ഓഫ് ദി എലമെന്റ്സിന്റെ ആറ്റംസ് ആണ് സ്റ്റേബിൾ ഉള്ളത്. ആൻഡ് എമിറ്റ് ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം. The spectrum consists of a set of കുറെ പാരലൽ ലൈൻസ് ചേർന്നാണ് ഒരു സ്പെക്ട്രം ഉണ്ടാകും. നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്. ലൈനുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. ഇറ്റ് പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദ അറ്റോമിക് സ്ട്രക്ചർ. അപ്പൊ സ്പെക്ട്രം എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ആവശ്യകരമായ ഇൻഫർമേഷൻസ് നൽകാൻ വേണ്ടിയാണ്. ഇനി നമുക്കിപ്പോ ഇത്രയും 5 പോയിന്റുകൾ നിങ്ങൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞല്ലോ. ഈ 5 പോയിന്റുകളുടെ ബേസിലുള്ള മറ്റൊരു ചോദ്യമാണ് നിങ്ങൾ കാണുന്നത്. ഔട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് എന്നാണ്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉള്ള ആൻസേഴ്സ് ചൂസ് ചെയ്യാനാണ്. മോസ്റ്റ് ഓഫ് ദ മാസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ആൻ ആറ്റം എന്നാണ് പറയുന്നത്.
അങ്ങനെയാണോ സമ്മറിയിൽ നമ്മൾ വായിച്ചത്? മോസ്റ്റ് ഓഫ് ദ mass of the atom and all of its positive charges concentrated in a tiny nucleus എന്നാണ്. അപ്പൊ അക്രോസ് ദ ആറ്റം ആണോ ആറ്റത്തിന്റെ മാസം മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്? അല്ല, അക്രോസ് മൊത്തം പറയാൻ പറ്റത്തില്ല, ഒരു ടൈനി ന്യൂക്ലിയസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി ഫോൾസ്. ആറ്റം അല്ല, അവിടെ ഒരു ന്യൂക്ലിയർ സ്പേസിലാണ് മാസത്തിന്റെ ആ ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ മാസം എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇൻ ആൻ ആറ്റം ഓൾ ഇറ്റ്സ് പോസിറ്റീവ് ചാർജ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ എ ടൈനി ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിലാണ് എല്ലാ പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് ആക്ച്വലി ട്രൂ. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. Rutherford's atom model explained the characteristic line spectrum of atoms of different elements. ആണോ? റൂദർഫോർഡിന്റെ ആറ്റം മോഡല്, റൂദർഫോർഡ് ആറ്റം മോഡലിന്റെ മെയിൻ ഡിഫിക്കൽട്ടി ആണ് നമ്മൾ പഠിച്ചത്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ലൈൻ സ്പെക്ട്രം ഓഫ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് എന്നാണ്. റൂദർഫോർഡിന്റെ ആറ്റം മോഡലിൽ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി ഫോൾസ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണത്. റൂദർഫോർഡ്സ് ആറ്റം മോഡൽ കോൺട്രഡിക്ട്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് മാറ്റർ. ശരിയല്ലേ? കാരണം ആറ്റംസ് അൺസ്റ്റേബിൾ ആണ് റൂദർഫോർഡിന്റെ ആറ്റം പ്രകാരം. അത് സ്റ്റെബിലിറ്റി ഓഫ് മാറ്ററിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ നോക്കുക, ദിസ് കോൺട്രഡിക്ട്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് മാറ്റർ. അപ്പൊ റൂദർഫോർഡിന്റെ ആറ്റം മോഡലാണ് ശരിക്കും സ്റ്റെബിലിറ്റി ഓഫ് മാറ്ററിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി ട്രൂ. കോൺട്രഡിക്ട്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് മാറ്റർ. ശരിയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളുടെ ട്രൂ ആണ്. 2 and 4 ആണ് ശരിക്കും ഇവിടുത്തെ ശരിയായ സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയുള്ള സ്റ്റേറ്റ്മെന്റ് 2 and 4 ആണ്. അപ്പോൾ എനിക്ക് പറയാം ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ചോദ്യമായിരുന്നു. ഇനി അടുത്ത ഇപ്പൊ നമ്മള് മെയിനിലായിട്ടുള്ള 5 ഇതിൽ നിന്ന് നമുക്ക് ഒരു അതിന്റെ മെയിൻ കാര്യങ്ങളെല്ലാം എസൻസ് എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഫോം ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് അടുത്ത 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ് വേണ്ടത്. അതിനു വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ നമുക്കുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യമാണ്. അസേർഷൻ പറയുന്നത് ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ ഓർബിറ്റ്സ് വിത്തൗട്ട് ദ എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി എന്നാണ്. അപ്പം പുറത്തേക്ക് എനർജി എമിറ്റ് ചെയ്യാതെ തന്നെയാണ് ഇലക്ട്രോൺസ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബോർ മോഡലിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇലക്ട്രോൺ മൈറ്റ് മേക്ക് എ ട്രാൻസിഷൻ ഫ്രം വൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ് ടു ദ അതർ ഓഫ് ലോവർ എനർജി എന്നാണ്. ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തും എന്ന് റീസണിൽ പറയുന്നുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ വായിച്ചു നോക്കാം. To explain the line spectrum emitted by atoms and stability of atoms, നീൽസ് ബോർ ആണ് ശരിക്കും ഹൈഡ്രജനിക് ആറ്റം, ഹൈഡ്രജൻ പോലെയുള്ള സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസിന് ഇത് ചെയ്തത് നീൽസ് ബോർ ആണ് ശരിക്കും ബോർ മോഡൽ കൊടുത്തത്. അതിന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇൻ എ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇലക്ട്രോൺസ് റിവോൾവ്സ് ഇൻ സർട്ടൻ സ്റ്റേബിൾ ഓർബിറ്റ്സ് വിത്തൗട്ട് ദ എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി എന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇനി വായിച്ചു. ഇലക്ട്രോൺസ് റിവോൾവ്സ് ഇൻ ഓർബിറ്റ്സ് വിത്തൗട്ട് ദ എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി. അതുകൊണ്ടാണ് അവരെ സ്റ്റേബിൾ ഓർബിറ്റ് എന്ന് പറയുന്നത്, അല്ലെ? നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റുകൾ എന്നാണ് അവരെ വിളിക്കുക. നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റുകളിലാണ് ശരിക്കും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. ശരിയാണോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? ഇലക്ട്രോൺ മൈറ്റ് മേക്ക് എ ട്രാൻസിഷൻ ഫ്രം വൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്. റേഡിയേറ്റിംഗ് ഓർബിറ്റ് എന്നൊരു കൺസെപ്റ്റേ ഇല്ല. ബോർ മോഡൽ പ്രകാരം ആ ഓർബിറ്റ് എങ്ങനെയായിരിക്കണം? നോൺ റേഡിയേറ്റിംഗ് ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് ഇത് കറക്റ്റ് ആണ്. ദിസ് റീസൺ അസേർഷൻ ഈസ് ആക്ച്വലി ട്രൂ, റീസൺ ആക്ച്വലി ഫോൾസ് ആണ്. അസേർഷൻ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ് ആണ് ശരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് സ്റ്റേഷനറി ഓർബിറ്റ്സ് ആർ ദോസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറയും. കുറച്ച് ടേമുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ L ഈസ് ഈക്വൽ ടു ആംഗുലാർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ NH/2π ആണ്. അവിടെ N എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കോണ്ടന്റ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഒരു തവണ റിവൈഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ സമ്മറിയിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ചാപ്റ്റർ എല്ലാം പഠിച്ചിട്ടിരിക്കുന്നവരാണ് ആണല്ലോ. അടുത്ത തേർഡ് പോസ്റ്റുലേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ മൈറ്റ് മേക്ക് എ ട്രാൻസിഷൻ from one of its specified non-radiating orbits to another of lower energy എന്നാണ്. അങ്ങനെയല്ലല്ലോ ഇവിടെ എഴുതിയത്. ഇവിടെ എഴുതിയത് മൈറ്റ് മേക്ക് എ ട്രാൻസിഷൻ ഫ്രം വൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്. ഓർബിറ്റ് എപ്പോഴും നോൺ റേഡിയേറ്റിംഗ് ആയിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ Hnu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ ഫൈനൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, ഹയർ എനർജി സ്റ്റേറ്റും ലോവർ എനർജി സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അവിടെയാണ് ഈ Hnu എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോൺ പുറത്തേക്ക് തള്ളിയാണ് ശരിക്കും. നോക്കിയേ, എ ഫോട്ടോൺ ഈസ് എമിറ്റഡ് ഹാവിംഗ് എനർജി ഈക്വൽ ടു ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്നും ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ചാടിക്കഴിഞ്ഞാൽ Hnu എന്ന് പറഞ്ഞൊരു ഫോട്ടോൺ അവർ എന്ത് ചെയ്യുന്നുണ്ട്? എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കാം, വിച്ച് ഇസ് അബ്സോർപ്ഷൻ. അപ്പൊ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ആറ്റം അബ്സോർബ്സ് റേഡിയേഷൻ ഓഫ് ദ സെയിം ഫ്രീക്വൻസി ദ ആറ്റം എമിറ്റ്സ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഒന്ന് നോക്കി വെച്ചോളൂ. ഒരു ആറ്റം
ഏത് ഫ്രീക്വൻസിയിലാണോ എമിറ്റ് ചെയ്യുന്നത് അതേ ഫ്രീക്വൻസിയിൽ തന്നെയായിരിക്കും അത് അബ്സോർബും ചെയ്യുക. അപ്പൊ എച്ച് ന്യൂ എമൗണ്ടിൽ ഈ ന്യൂ ഫ്രീക്വൻസിയിലാണ് അത് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ന്യൂ ഫ്രീക്വൻസിയിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, അത് അബ്സോർബും ചെയ്യുക. സെയിം ഫ്രീക്വൻസി, ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി നോക്കുക, ഇവിടെ നോക്കുക, വിച്ച് ഇസ് ദ ഇലക്ട്രോൺസ്. അപ്പം ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യാന്ന് വെച്ചാൽ അബ്സോർബ് ചെയ്ത് എന്താ സംഭവിക്കുക? അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്, ഫൈനൽ സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? ഒരു എച്ച് ന്യൂ എമൗണ്ടും കൂടെ അബ്സോർബ് ചെയ്ത്, ഇതിന് ഓൾറെഡി ഒരു എനർജി ഉണ്ടായിരുന്നു ഈ ഇനിഷ്യൽ, അതിന്റെ കൂടെ ഒരു എച്ച് ന്യൂവും കൂടെ അബ്സോർബ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. കണ്ടോ? അപ്പം ട്രാൻസിഷൻ ഹയർ ടു ലോവർ ആണെങ്കിൽ, ഹയർ നിന്ന് ലോവറിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം, കാരണം ഒരു ഫോട്ടോണെ എമിറ്റ് ചെയ്യാണ്. അതേസമയം ലോവർ ടു ഹയർ ആണെങ്കിൽ അത് അബ്സോർപ്ഷൻ ആണ്. അവിടുത്തെ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാ വരിക? അവിടെ ഇനിഷ്യൽ എനർജീന്റെ കൂടെ ഒരു എച്ച് ന്യൂവും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഫൈനൽ എനർജി ആയിട്ട് മാറുന്നത്. അത് രണ്ടാണ് അവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ചോദ്യം തന്നെ ചെയ്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് an atom absorbs radiation of the same frequency the atom emits എന്നാണ്. ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ അല്ലെ? ഒരു ആറ്റം അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ സെയിം ഫ്രീക്വൻസി തന്നെയായിരിക്കും ആറ്റം എമിറ്റ് ചെയ്യുന്നതും. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് നോക്കാം. ഡ്യൂറിംഗ് ട്രാൻസിഷൻ ഫ്രം എ ലോവർ ഓർബിറ്റ് ടു എ ഹയർ ഓർബിറ്റ് a photon is emitted with energy difference between the initial and final state. അതായത് ലോവർ ഓർബിറ്റിൽ നിന്നും ഹയർ ഓർബിറ്റിലെ ട്രാൻസ്മിഷനിൽ ഫോട്ടോൺ എമിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിക്കും ഫോട്ടോൺ എപ്പോഴാണ് എമിറ്റ് ചെയ്യുന്നത്? ഹയർ എനർജി ലെവലുള്ള ഓർബിറ്റിൽ നിന്ന് ലോവർ എനർജി ലെവലുള്ള ഓർബിറ്റിലേക്ക് ചാടുമ്പോഴാണ് ഫോട്ടോൺ എമിഷൻ നടക്കുന്നത്. അല്ലാത്ത സമയത്ത് ഫോട്ടോൺ അബ്സോർപ്ഷൻ ആണ്, റേഡിയേഷൻ അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി ഫോൾസ് ആണ്. അപ്പം ട്രാൻസിഷൻ ഫ്രം എ ലോവർ ഓർബിറ്റ് ടു എ ഹയർ ഓർബിറ്റ് എന്നാണ്. ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്കുള്ള ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണത്? അബ്സോർബ് ചെയ്യപ്പെടുന്ന ട്രാൻസ്മിഷൻ ആണ്. ഒരിക്കലും ഫോട്ടോൺ എമിറ്റഡ് എന്ന് പറയാൻ പാടില്ല. ദാറ്റ് ഈസ് ആക്ച്വലി റോങ്. അങ്ങനെ വരുമ്പോൾ ശരിക്കും സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് വേണം പറയാൻ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മാച്ച് ദി ഫോളോയിങ് ചെയ്താലോ? ഒരു മാച്ച് ദി ഫോളോയിങ് ചെയ്ത് നോക്കിയാലോ? ലെറ്റ്സ് ഡു എ മാച്ച് ദി ഫോളോയിങ്. ഇതുമായി ബന്ധപ്പെട്ട് പക്കാ സമ്മറി ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മാച്ച് ദി ഫോളോയിങ് ആണ് നമുക്ക് ചെയ്യാം. ക്വാണ്ടൈസേഷൻ കണ്ടീഷനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? L is equal to NH/2π ആണ്. എനിക്കത് അങ്ങോട്ട് മാച്ച് ചെയ്യാം. അടുത്ത ചോദ്യം, ഇലക്ട്രോൺ ട്രാൻസിഷൻ ഫ്രം ഹയർ എനർജി ഓർബിറ്റ് ടു ലോവർ എനർജി എന്നാണ്. ഇലക്ട്രോൺ ട്രാൻസിഷൻ ഹയർന്ന് ലോവറിലേക്കാണെങ്കിൽ ഫോട്ടോൺ എമിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഇക്വേഷൻ വേണം നമ്മൾ ഇവിടെ നോക്കാൻ. കണ്ടോ? ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നത് എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു ഇ ഇനിഷ്യൽ മൈനസ് ഇ ഫൈനൽ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടു ഹയർ എനർജി ഓർബിറ്റ്, ഹയർ എനർജിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതായത് അബ്സോർപ്ഷൻ ആണ്. അത് ഇത് നേരത്തെ പറഞ്ഞത് ഹയറിൽ നിന്ന് ലോവറിലേക്ക് വരുന്നു. ഇതെന്താണ്? ഹയറിലേക്ക് പോകുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? എന്റെ സ്റ്റേറ്റിന്റെ കൂടെ ഒരു എച്ച് ന്യൂവും കൂടെ വേണം. അതിന് എനിക്ക് ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. ഈ ഇനിഷ്യൽ പ്ലസ് എച്ച് ന്യൂ ഈക്വൽ ടു ഈ ഫൈനൽ എന്ന് മാച്ച് ചെയ്യാം. ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് മസ്റ്റ് സ്പൈറൽ ഇൻ ടു ദ ന്യൂക്ലിയസ്. അത് റൂദർഫോർഡ് മോഡൽ പ്രകാരം നമ്മൾ എത്തിയ ഒരു ഇൻഫറൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിന് ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. റൂദർഫോർഡ്സ് ആറ്റം മോഡലായിട്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ മാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പം നല്ലൊരു മാച്ച് ദി ഫോളോയിങ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബോർ മോഡൽ നമ്മൾ ആറ്റംസ് പഠിച്ചപ്പോൾ കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകം നമ്മൾ അവിടെ സ്റ്റേറ്റ്മെന്റിലൊക്കെ കണ്ട ഒരു സംഭവമാണ് ഇതല്ലേ? ഇവിടെ ഒന്ന് വായിച്ചു നോക്കിയേ. ആസ് എ റിസൾട്ട് ഓഫ് ദ കോണ്ടൈസേഷൻ കണ്ടീഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, അവിടെ nth ഓർബിറ്റിലെ റേഡിയസും nth ഓർബിറ്റിലെ എനർജിക്കും റിലേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെ പഠിച്ച സമയത്ത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തത് അവിടെ n² എന്ന് പറഞ്ഞ അവിടുത്തെ ആംഗുലാർ, അതായത് നമ്മുടെ കോണ്ടന്റ് നമ്പറിനനുസരിച്ച് എനർജിക്ക് എന്ത് ചേഞ്ച് വരും? R പ്രപ്പോർഷണൽ ടു n²/z എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചത്. അല്ലെങ്കിൽ E is equal to -13.6/n² എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അത് രണ്ട് ഇക്വേഷനിൽ നമുക്ക് വിസിബിൾ ആണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരാളും കൂടെ ഉണ്ട്, വിച്ച് ഈസ് മാസ്. ഇത് CBSE എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള, ചിലപ്പോൾ നമുക്ക് നീറ്റിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ nth ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മാസിന് എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇവിടുത്തെ ടേംസിൽ ആ ഒരു മാസ് എന്ന് പറഞ്ഞ കണ്ടന്റ് ചിലപ്പോൾ ഒരു ചോദ്യമായിട്ടൊക്കെ ഫോം ചെയ്യാം. അതേപോലെ ടോട്ടൽ എനർജി ഓഫ് ഈസ് ഓൾസോ ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് എനർജി ഇക്വേഷൻ. ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. എനർജി ഇക്വേഷൻ മാസിന് ഇവിടെ എങ്ങനെയുമാണ്? ഡയറക്ട്ലി പ്രപ്പോർഷണലുമാണ്. സോ nth ഓർബിറ്റിന്റെ റേഡിയസ് ഇക്വേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസും, അതേപോലെ എനർജി ഇക്വേഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ഇലക്ട്രോൺ എന്നും പറയാം. അവിടെ n എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹയർ എനർജി വാല്യൂ ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഹയർ ഓർബിറ്റിലേക്ക് പോകുമ്പോൾ അതനുസരിച്ച് എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നെഗറ്റീവ് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ,
നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് റേഡിയസ് ഓഫ് ദ nth ന്യൂക്ലിയസ് nth ഓർബിറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദി ഇലക്ട്രോൺ എന്നാണ്. Rn പ്രപ്പോർഷണൽ ടു 1/m നമ്മൾ കണ്ടതാണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി ട്രൂ. ടോട്ടൽ എനർജി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ഇലക്ട്രോൺ. E ഈസ് ഈക്വൽ ടു -me⁴ എന്ന് നമ്മൾ എഴുതിയത്. അപ്പൊ അതും ശരി തന്നെയാണ്, ഇതും ട്രൂ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് വേണം പറയാൻ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ സമ്മറി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സമ്മറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നമുക്ക് മേക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ അതേ 7ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ലാസ്റ്റ് നിർത്തിയ 7ാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാണ്, ഇവിടെ നോക്കിക്കോണേ. ആറ്റംസ് ആർ എക്സൈറ്റഡ് ടു ദ ഹയർ സ്റ്റേറ്റ്സ് ബൈ കൊളീഷൻ. അതായത് താഴെ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് മുകളിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് വരാം കൊളീഷൻസ് വിത്ത് അതർ ആറ്റംസ്. ആറ്റംസ് എങ്ങനെ എക്സൈറ്റേഷൻ എങ്ങനെ സംഭവിക്കാം, ഒന്നെങ്കിൽ കൊളീഷൻ വിത്ത് അതർ ആറ്റംസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓർ വിത്ത് അതർ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസുമായിട്ടുള്ള കൊളീഷൻ പോസിബിൾ ആണ്, അതർ ആറ്റംസുമായിട്ടുള്ള കൊളീഷൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ബൈ അബ്സോർപ്ഷൻ ഓഫ് എ ഫോട്ടോൺ ഓഫ് റൈറ്റ് ഫ്രീക്വൻസി. നമ്മൾ നേരത്തെ പറഞ്ഞു HNUവിന്റെ കൂടെ ഇത് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്താം. അല്ലെങ്കിൽ ഒരു ഫോട്ടോൺ അബ്സോർപ്ഷൻ നടത്തിയാലും എന്ത് ചെയ്യാൻ സാധിക്കും, ആറ്റംസിന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് മേക്ക് ചെയ്താലോ. ചോദ്യം വായിച്ചു നോക്കി. ആറ്റംസ് ആർ എക്സൈറ്റഡ് ടു ഹയർ സ്റ്റേറ്റ്സ് ബൈ എന്നാണ്. ആറ്റംസിനെ ഹയർ സ്റ്റേറ്റിലേക്ക് എങ്ങനെയൊക്കെ എക്സൈറ്റ് ചെയ്യിക്കാൻ സാധിക്കും എന്നാണ്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ പറയാം കൊളീഷൻ വിത്ത് അതർ ആറ്റംസ് ഓക്കെയാണ്, കൊളീഷൻ വിത്ത് ഇലക്ട്രോൺസ് ഓക്കെയാണ്, അതേപോലെ ബൈ അബ്സോർപ്ഷൻ ഓഫ് എ ഫോട്ടോൺ ഓഫ് റൈറ്റ് ഫ്രീക്വൻസി, കറക്റ്റ് ഫ്രീക്വൻസി ഉള്ള ഫോട്ടോൺ അബ്സോർപ്ഷനും പോസിബിൾ ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ സാധിക്കും 1, 2 and 3 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അപ്പൊ ആറ്റംസിന്റെ വലിയ സമ്മറിയാണ്, വലിയൊരു സമ്മറി സെക്ഷനാണ് ആറ്റംസിനുള്ളത്. അപ്പൊ നമുക്കതിങ്ങനെ എന്ത് ചെയ്യാൻ സാധിക്കും, കുഞ്ഞായിട്ട് മാറ്റാൻ സാധിക്കും. അവസാനത്തെ 2 പോയിന്റ്സ് ഫോർ ദ സമ്മറിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 8ഉം പോയിന്റ് നമ്പർ 9. പോയിന്റ് നമ്പർ 8 ഒന്ന് വായിച്ചു നോക്കി. ഡിബ്രോഗ്ലീസ് ഹൈപ്പോതെസിസ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാവ് എ വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു h/m. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സമ്മറിയിൽ മെയിൻലി പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഡിബ്രോയിലെ ഹൈപ്പോതെസിസ് ആണ് ശരിക്കും ക്വാണ്ടൈസേഷന്റെ ആംഗുലർ മൊമെന്റ് L ഈസ് ഈക്വൽ ടു nh/2π എന്ന ക്വാണ്ടൈസേഷന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തത്, അല്ലെങ്കിൽ ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തത് ഡിബ്രോഗ്ലി ആണെന്നും പറഞ്ഞ് നമ്മൾ ഡിബ്രോഗ്ലീസ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ റിസൾട്ട് പഠിച്ചിരുന്നു ആറ്റംസിൽ. അത് തന്നെയാണ് ഇവർ സമ്മറി ആയിട്ട് പറയുന്നതും. ഹൈപ്പോതെസിസ് ഇലക്ട്രോൺസ് ഹാവ് എ വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു h/p. Gave an explanation for Bohr's quantized orbits by bringing in the wave particle duality. അവിടെ പറഞ്ഞിരുന്നു അല്ലേ, അതായത് ഒരു ഫുൾ സർക്കംഫറൻസിൽ സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ഫോർമേഷൻ ആണ്. ഇവിടെ നോക്കിയേ, the orbits corresponds to a circular standing waves in which the circumference of the orbit equals a whole number of wavelength എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. n times the wavelength എന്നുള്ള രീതിയിൽ സർക്കംഫറൻസിനെ ഇക്വേറ്റ് ചെയ്താണ് ശരിക്കും അവിടെ സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ഫോർമേഷൻ നമ്മൾ പറഞ്ഞത്. ഓർക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഡിബ്രോഗ്ലീസ് ഹൈപ്പോതെസിസ് ഗേവ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ബോർസ് ക്വാണ്ടൈസ്ഡ് ഓർബിറ്റ് ബൈ ബ്രിങ്ങിങ് ഇൻ ദ വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി. കറക്റ്റ് അല്ലേ? നമ്മളിപ്പോ വായിച്ച സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ ദിസ് ഈസ് ആക്ച്വലി ട്രൂ. ഇപ്പൊ നമ്മൾ സമ്മറിന്റെ ബേസിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് വായിക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും. പക്ഷെ അതുകൊണ്ട് അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അയ്യോ ഇത് ഏതാണ്, ഇത് എങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, അങ്ങനെ ഒരു ഐഡിയ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മളിത് ഓൾറെഡി കണ്ടതാണെന്നുള്ള സാധനം എപ്പോഴും എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് വെക്കുക. അപ്പം ഓർബിറ്റ്സ് കറസ്പോണ്ട്സ് ടു സർക്കുലർ സ്റ്റാൻഡിംഗ് വേവ്സ് ഇൻ വിച്ച് the circumference of the orbit equals a whole number of wavelength. ഇതാണ് ഇവിടുത്തെ പോയിന്റ്, whole number of wavelength n lambda. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം, സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2n + 1 ടൈംസ് ദ വേവ് ലെങ്ത്, ഓഡ് നമ്പർ മാത്രം എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ചോദിക്കാം. തെറ്റാണ്, n ടൈംസ് ദ വേവ് ലെങ്ത് ആണ് കറക്റ്റ്. അതാണ് ഹോൾ നമ്പർ ഓഫ് വേവ് ലെങ്ത് എന്നും പറഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നത്. കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം. ഇവിടെ നോക്കുക, അത് അതായത് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, അതൊന്നുമില്ല. നോക്കുക, ഓർബിറ്റ് കറസ്പോണ്ട്സ് ടു സർക്കുലർ സ്റ്റാൻഡിംഗ് വേവ്സ്, സ്റ്റാൻഡിംഗ് വേവിന്റെ ഫോർമേഷൻ ആണ്. ദ സർക്കംഫറൻസ് ഓഫ് ദ ഓർബിറ്റ് 2πr എന്ന് പറയുന്നത് ഈക്വൽസ് ടു ഹോൾ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് n ലാംഡ എന്ന് നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൂടെ വായിച്ചു നോക്കാം. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻസർ നിങ്ങൾ തന്നെ പറയണം. സമ്മറി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. സോ ബോർ മോഡൽ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഹൈഡ്രോജനിക് ആറ്റംസ്. പഠിച്ചതാണ്, അല്ലെങ്കിൽ ഹൈഡ്രോജനിക് ആറ്റംസ് ആണ്, അല്ലെങ്കിൽ സിംഗിൾ ഇലക്ട്രോൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ശരിക്കും ബോർ മോഡൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇറ്റ് കനോട്ട് ബി എക്സ്റ്റെൻഡ് ടു ഈവൻ 2 ഇലക്ട്രോൺ ആറ്റംസ് സച്ച് ആസ് ഹീലിയം. ഹീലിയം പോലെയുള്ള ആറ്റംസിന് എന്ത് ചെയ്യാം, ആറ്റം ശ്രദ്ധിക്കണം, ഹീലിയം പോലുള്ള ആറ്റംസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 2 ഇലക്ട്രോണുകളിലേക്ക് പോലും ശരിക്കും നമുക്ക് ബോർ മോഡൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ അൺഏബിൾ ടു എക്സ്പ്ലെയിൻ ദ റിലേറ്റീവ് ഇന്റൻസിറ്റീസ് ഓഫ് ദ ഫ്രീക്വൻസീസ് എമിറ്റഡ് ബൈ ഹൈഡ്രജൻ. ഹൈഡ്രജനിക് ആറ്റംസ് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസിന്റെ ഇന്റൻസിറ്റിനെയും അത് ടെക്സ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ്. ടെക്സ്റ്റിൽ പ്രത്യേകം പറയുന്നുണ്ട് റിലേറ്റീവ് ഇന്റൻസിറ്റീസ്. നമ്മളിപ്പോ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്പെക്ട്രത്തിന്റെ കറക്റ്റായ എനർജി
വേവ്, അതായത് അവിടുത്തെ വേവ് ലെങ്തിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. പക്ഷെ അവിടെ റിലേറ്റീവ് ഇന്റൻസിറ്റി, കറസ്പോണ്ടിങ് സ്പെക്ട്രത്തിന്റെ റിലേറ്റീവ് ഇന്റൻസിറ്റിയെ ഒരിക്കലും ഈവൻ ഹൈഡ്രജനിക് ആറ്റംസിന്റെ റിലേറ്റീവ് ഇന്റൻസിറ്റിയെ പോലും ശരിക്കും ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇത് രണ്ടും ബോറിന്റെ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ബോർ മോഡലിന്റെ ഒരു ഡിഫിക്കൽട്ടിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ഏതാണ് ആൻസർ എന്ന് കമന്റ് ചെയ്യുക. അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കമന്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ സമ്മറി ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാം. സോ സ്റ്റേറ്റ്മെന്റ് 1 നിങ്ങൾ നോക്കുക. ബോർസ് മോഡൽ ക്യാൻ ബി എക്സ്റ്റെൻഡ് ടു ഈവൻ 2 ഇലക്ട്രോൺസ് ആറ്റംസ് സച്ച് ആസ് ഹീലിയം ആണ്. ഹീലിയം പോലെയുള്ള 2 ഇലക്ട്രോൺ ആറ്റംസിൽ പോലും ബോർസ് മോഡൽ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. തെറ്റാണ്. സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസിന് മാത്രമാണ് ശരിക്കും ബോർസ് മോഡൽ പറ്റുക. സോ ദിസ് മീൻസ് ദിസ് ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 വായിച്ചു നോക്കാം. ബോർ മോഡൽ ഫെയിൽ ടു എക്സ്പ്ലെയിൻ ഫോർ ദ റിലേറ്റീവ് ഇന്റൻസിറ്റീസ്. ഓയ്യോ, ഇത് ഹോംവർക്ക് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞാൽ ബോർ മോഡൽ ഫെയിൽ ടു എക്സ്പ്ലെയിൻ ഫോർ ദ റിലേറ്റീവ് ഇന്റൻസിറ്റീസ് ഓഫ് ഫ്രീക്വൻസീസ് എമിറ്റഡ് ബൈ ഹൈഡ്രജനിക് ആറ്റംസ് ആണ്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യുക. സോ ഇനിയും ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.